ചെന്നൈ മാച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് ഓവർ 24 വേണം, 20 റൺ വേണം. അപ്പൊ സന്ദീപ് ശർമ്മ എറിയുന്നുണ്ട്, ധോനി ഭായ് സ്ട്രൈക്കിലുണ്ട്, ജഡേജ അപ്പുറത്ത് നിൽക്കുകയാണ്. പറഞ്ഞ ഫസ്റ്റ് ബോൾ വൈഡ്, പ്രഷറിലാണെന്ന് തോന്നുന്നു ചെറുക്കൻ. പ്രഷറിൽ നിൽക്കണ ചെറുക്കന്റെ അടുത്ത് പോയിട്ട് വൈഡ് കണ്ട് പ്രഷർ കാണും ഓട്ടോമാറ്റിക്കായിട്ട്. ധോനി ബാറ്റ് ചെയ്യില്ലേ, രണ്ടാമത്തെ ബോൾ എറിഞ്ഞ് 6 പോയി. ഓക്കെ, മൂന്നാമത്തെ ബോൾ എറിഞ്ഞ് അതും 6 പോയി. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഇനി ഞാൻ അവന്റെ അടുത്ത് പോയി സംസാരിക്കണം. അവന്റെ അടുത്ത് പോയി ഞാൻ ഇങ്ങനെ നൈസായിട്ടൊക്കെ പതുക്കെയൊക്കെ അങ്ങനെ ഓടിപ്പോയി ചിരിച്ചിട്ടൊക്കെ സന്ദീപ് എന്തുണ്ട്. കിരണിന് മുമ്പ് ഞാൻ ചോദിച്ചു, സന്ദീപ് എന്താ നിനക്ക് തോന്നണെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു നിനക്ക് എന്ത് തോന്നണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നീ ഇപ്പൊ യോർക്കറാണ് എറിഞ്ഞത്, നിനക്ക് വേണമെങ്കിൽ വൈഡ് യോർക്കർ എറിയാം, അല്ലെങ്കിൽ ബൗൺസർ എറിയാം. ഈ ഓപ്ഷൻസ് ആണ് ഈ ഫീൽഡിനനുസരിച്ച് ധോനി ബൈക്ക് ഉള്ളത്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യണത് നിനക്കെന്ത് മനസ്സിൽ ഉറപ്പുണ്ടോ ആ ബോൾ അങ്ങ് കട്ടക്ക് എറിഞ്ഞോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ എറിയടാ, ദേക്കെങ്കെ തുടാൽ, നിനക്ക് എന്ത് തോന്നുന്നു ഞാൻ കട്ടക്ക് എറിഞ്ഞോ, നിന്റെ മനസ്സ് ക്ലിയർ ആയിരിക്കണം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ചെറുക്കൻ കട്ടയ്ക്ക് വന്നിട്ട് ബാക്കി 3 ബോളും ഉഗ്രന്റെ യോർക്കർ എറിഞ്ഞ് കളി ജയിച്ചു. അപ്പോ ആൾക്കാര് ചോദിക്കുന്നത് എന്താണെന്നറിയോ, എന്ത് മന്ത്രമാണ് പോയി പറഞ്ഞു കൊടുത്തത്, എന്തോ കിടിലൻ സാധനം പറഞ്ഞു കൊടുത്ത ചേട്ടാ, എന്താ എല്ലാവരും മാച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും സഞ്ജു എന്താ പറഞ്ഞു, സഞ്ജു നീ എന്തോ പറഞ്ഞു. ഞാൻ അവന്റെ അടുത്ത് എന്താണ് സുഖമാണോ ചോദിച്ചത്.